കുറെ തിരിമറികളും ഫ്രോഡുകളും ഒരു ഇപ്പം മരടിലെ കുറെ വെട്ടിപ്പ് നടത്തിയുണ്ട്. ഗ്രീൻ സോണിൽ പെട്ടൊരു സ്ഥലം ആണ് അവർ ഫ്ലാറ്റ് അതുകൊണ്ട് പൊളിച്ചുകളുണ്ട്. അപ്പൊ അതുപോലെ ചേട്ടന്റെ എക്സ്പീരിയൻസ് അതാത് സ്ഥലങ്ങളിലിരിക്കുന്ന കോർപ്പറേഷനുകളെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും മൗനാനുവാദത്തോടു കൂടി നടക്കുന്ന നിർമ്മിതികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കെട്ടിടം ഒരു 10-12 നില വരെ വരുന്നത് വരെ അവിടുത്തെ പഞ്ചായത്ത് അതോറിറ്റിയും അതുപോലെ തന്നെ കോർപ്പറേഷനുകളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമാണോ? ഒരിക്കലും. അവർക്കൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം സാധാരണക്കാരനെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു നിർമ്മിതി ഇടിച്ചു പൊളിച്ച് കളഞ്ഞപ്പോൾ ആർക്ക് എന്ത് കിട്ടി? പ്രകൃതിക്ക് ബുദ്ധിമുട്ട്, സാധാരണക്കാരന്റെ കാശ് പോയി, ഒരു ബിൽഡർ പാപ്പരായി. നമുക്ക് എന്താ കിട്ടിയത്? കുറെ ആൾക്കാർ അതിൽ നിന്ന് കൈപ്പറ്റി കുറെ കമ്മീഷൻ വാങ്ങിച്ച് കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ അതൊന്നും ഇനി ഒരിക്കലും നടക്കാൻ പാടില്ല. ഒരു സ്ഥലത്ത് അനധികൃതമായിട്ടൊരു നിർമ്മാണം നടത്തുന്നു എങ്കിൽ അത് അതാത് സ്ഥലത്തുള്ള പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ കോർപ്പറേഷനുകളോ കണ്ടെത്തി അപ്പം സ്റ്റോപ്പ് ചെയ്യണം. ഇനി ഇവിടെ വെക്കാൻ പറ്റത്തില്ല, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണ്ടേ? അത് സ്റ്റോപ്പ് ചെയ്യണ്ടേ? ഇത് 13 നില വരെ ചെയ്ത് ആ ബിൽഡിങ്ങിന് ആൾക്കാരും താമസമായി TCയും കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് അനധികൃത നിർമ്മാണമെന്ന് പറഞ്ഞാൽ അതിന്റെ പേരെന്താണ്? അതാണ് അതിന്റെ പേര്. നിങ്ങൾ പറഞ്ഞതാണ് അതിന്റെ പേര്. അതേ പറയാൻ പറ്റുള്ളൂ.